ഹലോ. അടുത്തായി നമുക്ക് വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളെന്ന് പറയുന്നത് വർക്ക്, എനർജി, പവർ, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിലെ ഒന്നാമത്തെ വാക്കായ വർക്കിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വർക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W=Fs cos തീറ്റ എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇക്വേഷനിൽ ഇങ്ങനെ ഒരു തീറ്റ വന്നു കഴിഞ്ഞാൽ തീറ്റ മാറുന്നതിനനുസരിച്ച് വർക്കിൻ്റെ വാല്യൂവും ഡിഫറൻ്റ് ആയിരിക്കും. ഈ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് വർക്ക് എന്നാണ് വിളിക്കുന്നത്. ഇൻ കേസ് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പറയും 0 വർക്കാണെന്ന്. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ വിളിക്കും നെഗറ്റീവ് വർക്ക്. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറേ എക്സാമ്പിളുകളെല്ലാം എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വർക്കിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ജൂൾ. അടുത്ത പ്രധാനമായിട്ടും പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് എനർജി തിയറം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ, ആക്ച്വലി നമ്മൾ വർക്കെന്ന് ചിന്തിക്കുമ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും എന്തിന് തുല്യം തന്നെയാണ്? നമ്മൾ ചെയ്യുന്ന വർക്കിന് തുല്യം തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും ഉപയോഗിക്കാം. അടുത്തതായിട്ട് മൂവ് ചെയ്യുന്ന ബോഡി അതിൻ്റെ മൂവ്മെൻറ്റ് മൂലം പൊസസ് ചെയ്യുന്ന എനർജിയെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, ½ അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കതിനെ P²/2m എന്നൊക്കെ എഴുതാം. ഇതിൽ മൊമെൻ്റ് എഴുതേണ്ടി വരുമ്പോൾ നമുക്ക് P=√2 ഇൻറ്റു മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി എന്നും എഴുതാം. ഇനി ഒരു വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വർക്ക് =F/dx എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. അടുത്തതായി, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷൻ മൂലമോ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ മൂലമോ ഉണ്ടായിരിക്കുന്ന പൊസസ് ചെയ്യുന്ന എനർജിയെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അതിൽ പൊസിഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജിയെ പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. അപ്പോൾ അത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇക്വേഷൻ മറക്കണ്ട, mgh. അടുത്തതായി നമുക്ക് രണ്ട് വാക്കുകൾ പരിചയപ്പെടാം, കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. അതിന് എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും എല്ലാം. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എല്ലാവർക്കും അറിയാം. അത് മെക്കാനിക്കൽ എനർജിയുടെ കേസിൽ പറയുമ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. അതായത് ഒരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ കേസിൽ അത് ഏത് പോയിന്റിലായാലും അതിൻ്റെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ മറക്കരുത്. അടുത്തതായിട്ട്, ഒരു സ്പ്രിങ്ങിൽ നമ്മൾ ഒരു സ്ട്രെയിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുകയും അതിലൊരു എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അത് അതിൻ്റെ എക്സ്റ്റൻഷൻ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന വർക്കെന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ½ kx² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇതിൽ k എന്ന് പറയുന്നതാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഒരു ഗ്രാഫിൻ്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ് ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ. അതിൻ്റെ അടിയിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ തന്നെ കിട്ടും? ½ kx² എന്നുള്ള വാല്യൂ തന്നെ കിട്ടും. പിന്നീട് മാസ് എനർജി ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ എനർജിയും മാസും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ്റെ സമയത്ത് മാറ്റർ ഡിസപ്പിയർ ചെയ്തിട്ട് എനർജി ഉണ്ടാകുമ്പോൾ എത്ര എനർജിയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് E=mc² ഉപയോഗിക്കാം. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ റേറ്റിനെ പറയുന്ന പേരാണ് പവർ. അപ്പോൾ പവറിന് പല ഇക്വേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള ഇക്വേഷൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. പിന്നീട് അതിനെ നമുക്ക് വേണമെങ്കിൽ F.v എന്നും എഴുതാം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഒരു നല്ല ഡെറിവേഷൻ ഉണ്ട്. അത് കൊളിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൊളിഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. രണ്ട് തരത്തിലുള്ള കൊളിഷനുണ്ട്. ഒരു കൊളിഷനിൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് കൊളിഷൻ എന്നും,
അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്നുമാണ്. അപ്പോൾ അതിലൊരു 1 ഡയമെൻഷനിലുള്ള കൊളിഷനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവും കൈനറ്റിക് എനർജി കൺസർവേഷനും ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഇക്വേഷനുകളൊക്കെ ഡെറൈവ് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കൊളിഷന് ശേഷം വരുന്ന ഫൈനൽ വെലോസിറ്റിയുടെ 2 ഇക്വേഷൻസാണ്. അത് v1 എന്നുള്ളതും v2 എന്നുള്ളതും പഠിക്കാൻ മറക്കരുത്. ഒരു 2 ഡയമെൻഷണൽ കൊളിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓരോ ആക്സിസിലുമുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും ഈക്വൽ ആയിരിക്കും. പക്ഷേ കൈനറ്റിക് എനർജിയുടെ കേസിൽ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ.